ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. അപ്പം എല്ലാവർക്കും സുഖല്ലേ? നമ്മളിതാ SSLC ജോഗ്രഫി ചാപ്റ്റർ 7, അതായത് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള സെക്കൻഡ് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയുന്ന ഒരു ഏരിയ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഐ ബട്ടണിൽ അതേപോലെ തന്നെ എൻ സ്ക്രീനിലെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെടുത്തിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. അതുകൂടാതെ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസും പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും അതെടുത്ത് വാച്ച് ചെയ്യുക. ആ വീഡിയോ കണ്ടതിന് ശേഷം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ ദാ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സോ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ദ ഹിമാലയാസ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂജ് ഡിപ്രഷൻ ഓഫ് മോർ ദാൻ 2000 മീറ്റേഴ്സ്, ഏകദേശം 2000 മീറ്റേഴ്സിൽ ഒരു ഡിപ്രഷൻ ഉണ്ടായി. അതും എങ്ങനെയാണ്? നല്ല താഴ്ചയിൽ, ഡെപ്തിൽ. took place along the south parallel to the Himalayas. ഹിമാലയത്തിന് സൗത്ത് ആയിട്ട് പാരലൽ ആയിട്ട് ഒരു 2000 അടി താഴ്ചയിൽ വലിയൊരു ഡിപ്രഷൻ ഉണ്ടായി. അത് ഏതിൻ്റെ സമയത്താണ്? ഹിമാലയാസിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത്. സോ ഡ്യൂറിങ് ദി ഫോർമേഷൻ ഓഫ് ദ ഹിമാലയാസ് എ ഹ്യൂജ് ഡിപ്രഷൻ ഓഫ് മോർ ദാൻ 2000 മീറ്റർ ഡെപ്ത് took shape along the south parallel to the Himalayas. ഹിമാലയാസിന് സൗത്ത് ആയിട്ട് പാരലൽ ആയിട്ട് ഒരു പുതിയൊരു ഷേപ്പ് അവിടെ ഫോം ചെയ്യപ്പെട്ടു. This extensive plain took shape as a result of the continuous deposition by the rivers flowing down from the Himalayas for thousands of years. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഹിമാലയൻ റിവേഴ്സ് ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ട്, ഓക്കെ, കണ്ടിന്യൂസ് ഡെപ്പോസിഷൻ കാരണമാണ് ഈ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം പഠിക്കേണ്ട പോയിന്റ് തന്നെ ഏതാണ്? ഈ പറയുന്ന ഈ ഒരു നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിപ്പോസിഷൻ ബൈ ദ റിവേഴ്സ് ഫ്ലോയിങ് ഡൗൺ ഫ്രം ദ ഹിമാലയാസ് ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. അതായത് ഹിമാലയത്തിന്റെ അടിവാരങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? ഈ ഒരു വലിയൊരു പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്. Okay, this plain extending over 7 lakh square kilometers. അപ്പോൾ ഇത് ഓർക്കണം, ഇതിൻ്റെ എത്രയാണ് ഇതിൻ്റെ ഒരു മൊത്തം ഏരിയ എന്ന് പറയുന്നത്? 7 lakh. ഓക്കെ, 1-2 ലക്ഷം ഒന്നുമല്ല, 7 lakh സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഏതിൻ്റെ? ഈ പറയുന്ന നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. ആൻഡ് വിത്ത് കിലോമീറ്റേഴ്സ് ഓഫ് തിക് സെഡിമെന്റ്സ്, അതും കൂടാതെ ഈ പറയുന്ന കിലോമീറ്ററുകളോളം ഇതിന് തിക്നെസ്സും ഉണ്ട്. ഇസ് വൺ എമംഗ് ദ ഫ്യൂ എക്സ്റ്റെൻസീവ് അലൂവിയൽ പ്ലെയിൻസ് ഓഫ് ദ വേൾഡ്. അതായത് ലോകത്ത് ഒരുപാട് ഈ പറയുന്ന എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വലിയ 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 ഫലഭൂയിഷ്ടമായിട്ടുള്ള അലൂവിയൽ പ്ലെയിൻസ് അവൈലബിൾ ആണ്. അതിൽ വൺ എമംഗ് ദ ഫ്യൂ എക്സ്റ്റെൻസീവ് അലൂവിയൽ പ്ലെയിൻസ് ഓഫ് ദ വേൾഡ് ആണ് ഏത്? നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലെയിനിനെ നമ്മൾ എന്തെന്നും കൂടെ പറയാറുണ്ട്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നും കൂടി പറയാറുണ്ട്. കാരണം ഇൻഡസ് ആണെങ്കിലും ഗംഗയാണെങ്കിലും ബ്രഹ്മപുത്രയാണെങ്കിലും ഇതെല്ലാം ഹിമാലയൻ റിവേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഹിമാലയൻ റിവേഴ്സ് ഒഴുക്കി കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ്, ഈ പറയുന്ന അലൂവിയം പോലെയുള്ളത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലെയിനെ എന്തെന്നും കൂടെ വിളിക്കാം? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നുകൂടി വിളിക്കാം. സോ ദ ഹൈലി ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദിസ് പ്ലെയിൻ. ഹൈ ആയിട്ടുള്ള, അതായത് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള അലൂവിയൽ സോയിലാണ് ഈ ഒരു പ്ലെയിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. ഓക്കെ, സോ ഹിമാലയാസ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു ഹ്യൂജ് ഡിപ്രഷൻ ഉണ്ടായി, അതും 2000 മീറ്റർ താഴ്ചയിൽ. ഓക്കെ, അപ്പോൾ ഒരു ഷേപ്പ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഹിമാലയത്തിന് സൗത്തിൽ പാരലൽ ആയിട്ട്. ഈ ഒരു എക്സ്റ്റെൻസീവ് പ്ലെയിന് ശരിക്കും
ഉണ്ടായിരിക്കുന്നത് എന്തിന്റെ റിസൾട്ട് കാരണമാണ്? കണ്ടിന്യൂസ് ഡെപ്പോസിഷൻ, അതായത് ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് 7 lakh സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. അതുകൂടാതെ ഇതിന്റെ തിക് സെഡിമെന്റ്സ് എത്രത്തോളം ഉണ്ട്? കിലോമീറ്ററുകളോളം തിക്നെസ് ഉണ്ട്. ഇനി ഇത് വളരെ കുറച്ച് അലൂവിയൽ പ്ലെയിൻസേ ലോകത്തുള്ളൂ. അതിൽ വൺ എമംഗ് ആണ് ഈ പറയുന്ന നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. ഇത് ഹിമാലയത്തിന്റെ റിവേഴ്സ് ഒഴുകിക്കൊണ്ടിരുന്ന അലൂവിയൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്നും കൂടെ പറയാറുണ്ട്? ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നുകൂടി പറയാറുണ്ട്. സോ ദ ഹൈലി ഫെർട്ടൈൽ അലൂവിയൽ സോയിലും ഈ ഒരു പ്ലെയിനിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അപ്പൊ ഈ ഒരു ഏരിയ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പ്ലെയിനെ നമ്മൾ എന്തെന്നും കൂടി വിളിക്കാറുണ്ട്? ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നുകൂടി വിളിക്കാറുണ്ട്. സോ എന്താണ് ഇതിന് കാരണം? ഗ്രാനറി ഓഫ് ഇന്ത്യ, ഗ്രാനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യപ്പുര, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഏതാ? നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അത് മറക്കരുത്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എ വെറൈറ്റി ഓഫ് ക്രോപ്സ് സച്ച് ആസ് വീറ്റ്, മൈസ്, റൈസ്, ഷുഗർകെയിൻ, കോട്ടൺ, പൾസസ് ഇതെല്ലാം ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിൽ. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രാനറി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ദി ഗ്രാനറി ഓഫ് ഇന്ത്യ. ദ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻസ് ഇൻ ദ വേൾഡ്. അപ്പൊ ലോകത്ത് ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതിൽ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻസ് ഇൻ ദ വേൾഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ആണ്. ഓക്കെ, അപ്പൊ അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഗ്രാനറി ഓഫ് ഇന്ത്യ. അപ്പൊ നമുക്ക് രണ്ട് പേര് കിട്ടി നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിൽ. ഒന്ന് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ, മറ്റൊന്ന് ദ ഗ്രാനറി ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഏരിയ നോക്കാം. താർ ഡെസേർട്ട്. താർ ഡെസേർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മക്കളെ? സോ റെയിൻഫോൾ ഇസ് സ്കാർസ് അലോങ് ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് ദി നോർത്തേൺ പ്ലെയിൻസ്. നോർത്തേൺ പ്ലെയിൻസിന്റെ വെസ്റ്റേൺ പാർട്ടിൽ റെയിൻഫോൾ വളരെ കുറവാണ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ മോസ്റ്റ് റീജിയൻസ് ഇൻ രാജസ്ഥാൻ ആർ ഡെസേർട്ട്. അതുകൊണ്ടാണ് ഈ നോർത്തേൺ പ്ലെയിൻസിന്റെ വെസ്റ്റേൺ പാർട്ടിൽ റെയിൻഫാൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ വെസ്റ്റേൺ പാർട്ടിൽ കിടക്കുന്നത് ഏതാണ്? രാജസ്ഥാനാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് രാജസ്ഥാന്റെ പല സ്ഥലങ്ങളും എന്തായിട്ട് കാണപ്പെടുന്നത്? ഡെസേർട്ട്സ് ആയിട്ട് കാണപ്പെടുന്നത്. ഈ ഒരു ഡെസേർട്ട് അറിയപ്പെടുന്ന പേരാണ് താർ ഡെസേർട്ട്. റിവർ ലൂണി ആൻഡ് ദ ലോങ് വാനിഷ്ഡ് റിവർ സരസ്വതി have had significant role in the formation of this portion of the plain. ഈ ഒരു പ്ലെയിനിന്റെ ഈ ഒരു പോർഷൻ ഫോം ചെയ്യുന്നതിൽ വളരെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന റിവേഴ്സ് എല്ലാം വാനിഷ്ഡ് ആയിട്ട് പോയിട്ടുണ്ട് ഈ ഒരു റീജിയനിലെ. സോ ഫോർ എക്സാമ്പിൾ സരസ്വതി പോലുള്ള റിവർ ഒന്നും ഇന്നില്ല. കാരണം അതെന്താണ്? അത് വറ്റി വരണ്ട് പോയി കഴിഞ്ഞു. അങ്ങനെ ഒരു റിവർ ഉണ്ടതായിട്ടേ ഇപ്പൊ അറിയില്ല. ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രൈ ആൻഡ് സോൾട്ടി ഡെസേർട്ട് സോയിൽ ഇസ് ഫൗണ്ട് ഇൻ ദിസ് റീജിയൻ. വളരെ വരണ്ട അതേപോലെ തന്നെ ഉപ്പുരസമുള്ള ഡെസേർട്ട് സോയിലാണ് ഈ ഒരു റീജിയനിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അതുകൂടാതെ അപ്പോൾ ഇത്തരത്തിൽ ഡ്രൈ ആയിട്ട് സോൾട്ടി ആയിട്ടുള്ള സോയിൽ ഉള്ള സ്ഥലത്ത് എന്തായിരിക്കും അവിടുത്തെ ഒരു ചെടികളുടെ വെജിറ്റേഷന്റെ അവസ്ഥ എന്തായിരിക്കും? തോൺസ് ആൻഡ് ബുഷസ് ആണ് ഇവിടെ കാണപ്പെടുക. ഓക്കെ, തോൺസ് ആൻഡ് ബുഷസ് ഫോം ദി നാച്ചുറൽ വെജിറ്റേഷൻ ഹിയർ. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു താർ ഡെസേർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെയിൻഫാൾ ശരിക്കും നോർത്തേൺ പ്ലെയിൻസിന്റെ വെസ്റ്റേൺ പാർട്ടിൽ റെയിൻഫാൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് രാജസ്ഥാന്റെ മെജോറിറ്റി വരുന്ന റീജിയൻസും ഡെസേർട്ട് ആയിട്ട് കാണപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് താർ ഡെസേർട്ട്. താർ ഡെസേർട്ടിനെ ഒരു ഡെസേർട്ടായി മാറ്റുന്നതിൽ റിവർ ലൂണിയും അതേപോലെ തന്നെ ലോങ് വാനിഷ്ഡ് ആയിട്ടുള്ള സരസ്വതി റിവറിനും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഡ്രൈ ആൻഡ് സോൾട്ടി ആയിട്ടുള്ള ഡെസേർട്ട് സോയിൽ is found in this region. പിന്നെ ഇവിടെ കാണപ്പെടുന്ന വെജിറ്റേഷൻസ് ഏതൊക്കെയാണ്? തോൺസ് ആൻഡ് ബുഷസ്. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണെങ്കിൽ what are the main crops cultivated in രാജസ്ഥാൻ? വെള്ളം നല്ല കുറവാണ്, മഴ വളരെ കുറവാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന മെയിൻ ക്രോപ്സ് ഏതൊക്കെയായിരിക്കും? ബജ്ര, ജോവർ. Bajra and jowar. These crops require very little amount of water to grow. വളരാൻ വളരെ കുറച്ച് വെള്ളത്തിന്റെ സാന്നിധ്യം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ബജ്ര, ജോവർ പോലെയുള്ള മെയിൻ ക്രോപ്സ് ആണ് രാജസ്ഥാനിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ കൾട്ടിവേഷൻ ഇസ് ഡൺ മെയിൻലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറിഗേഷൻ. അതുകൊണ്ട് തന്നെ കൾട്ടിവേഷൻ നടത്തുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്? ഇറിഗേഷന്റെ സഹായത്തോടു കൂടിയാണ്. ജലസേചന സൗകര്യത്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് കൾട്ടിവേഷൻ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ ബജ്ര ആൻഡ് ജോവർ. ഇനി അതേപോലെ തന്നെ പഞ്ചാബ് പ്ലെയിൻ.
പഞ്ചാബ് പ്ലെയിനും ഇവിടെ പ്രസക്തിയുണ്ട്. So the Punjab plain is an extensive plain formed by the deposition of the Indus and its tributaries. Indus river, ഇൻഡസും അതിൻ്റെ ട്രിബ്യൂട്ടറീസും കൂടെ ചേർന്നിട്ടാണ് പഞ്ചാബ് പ്ലെയിൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന മേജർ ക്രോപ്സ് ഏതൊക്കെയാ? വീട്ട്, മൈസ്, ഷുഗർ കെയിൻ. ഇത് മൂന്നുമാണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന മേജർ ക്രോപ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലുള്ളത്. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ വരുന്നത് ഏതായിരിക്കും? അടുത്തൊരു ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ ആയിട്ടായിരിക്കും വരുന്നത്. അതും ഏതാണത്? പെനിൻസുലാർ പ്ലാറ്റ്യൂ ആണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസും കൂടി അതിൻ്റെ ഒരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ആൻസർ പോസ്റ്റ് ചെയ്യാതെ എല്ലാവരും സ്വയം തന്നെ ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ ആ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും കൂടി എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ till then thank you and have a nice day. Bye bye.